തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ വ്യവസ്ഥ തീരുമാനിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും. മെറിറ്റ് മാത്രമായിരിക്കും സ്ഥാനാർത്ഥി മാനദണ്ഡം. UDF ഒരു പാർട്ടിയായി പ്രവർത്തിക്കണമെന്ന VD സതീഷിന്റെ നിർദ്ദേശം ലീഗ് അംഗീകരിച്ചു. ഗ്രൂപ്പ് നോക്കി സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കരുതെന്ന് ലീഗ് നിർദ്ദേശിച്ചു. സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും VD സതീഷിനും തമ്മിലായിരുന്നു ചർച്ച. ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം അടക്കമുള്ളവരെ പുറത്തു നിർത്തിയായിരുന്നു ചർച്ച. MK ഷുക്കൂർ ചേരുന്നു. ഷുക്കൂർ, എങ്ങനെ ഒരുങ്ങുന്നു തെരഞ്ഞെടുപ്പിനായി UDF? ഇന്നത്തെ ചർച്ചയിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, മറ്റു വിവരങ്ങൾ. ധന്യ, ഈ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തീരുമാനങ്ങളും ചർച്ചകളുമാണ് ഇപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ പാണക്കാട്ട് സന്ദർശനം നടത്തിയിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ VD സതീശനും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം സമീപകാലത്തായി വളരെ മോശമായിരുന്നു. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ആ ബന്ധം വലിയ തോതിൽ മെച്ചപ്പെട്ടു. ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിന് നിയന്ത്രണമുള്ള ചില സ്ഥാപനങ്ങളിലെ പരിപാടികളിൽ നിന്ന് VD സതീശനെ മാറ്റി നിർത്തുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതെല്ലാം മറികടന്ന് ഇപ്പോൾ ഇന്നലെ ഒരു പ്രാതലിനെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ VD സതീശനെ ക്ഷണിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി മറ്റു ചില നേതാക്കളെ കൂടി പാണക്കാട്ടേക്ക് അദ്ദേഹം ക്ഷണിച്ചു. പ്രാതലിന് ശേഷം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും മാത്രമായി ഒരു ചർച്ച, ഏതാണ്ട് 1 മണിക്കൂറോളം നീളുന്ന ചർച്ച അടച്ചിട്ട മുറിയിൽ നടന്നു. ഈ ചർച്ചയിലാണ് ചില പ്രധാനപ്പെട്ട ആശയവിനിമയങ്ങൾ നടന്നത്. അതിൽ മുസ്ലിം ലീഗ് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനകത്തെ അനൈക്യം പലപ്പോഴും UDFിൻ്റെ സാധ്യതകളെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDFിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയമെല്ലാം നേരത്തെ തന്നെ നടത്തുകയും മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും വേണം. ഇക്കാര്യത്തിൽ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത വേണം എന്ന ഒരു മുന്നറിയിപ്പാണ് മുസ്ലിം ലീഗ് ആദ്യം നൽകിയത്. ഇതിനോട് പൂർണ്ണമായി VD സതീശൻ യോജിച്ചു. അക്കാര്യത്തിൽ അതേ നിലപാട് തന്നെ കോൺഗ്രസിനുണ്ട് എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. തിരിച്ച് VD സതീശൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചില പ്രശ്നം, മലപ്പുറം ജില്ലയിൽ നേരത്തെ 2000-ലെല്ലാം ലീഗും CPM തമ്മിൽ അടവ് നയമെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കാറുണ്ടായിരുന്നു. ഇത് കോൺഗ്രസിനെ പലയിടത്തും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടാക്കി. ഇത്തരമൊരു സ്ഥിതിവിശേഷം ഇത്തവണ ഉണ്ടാകരുത് എന്ന ഒരു നിർദ്ദേശം അദ്ദേഹം വെച്ചു. അക്കാര്യത്തിൽ മുസ്ലിം ലീഗ് പൂർണ്ണമായ ഒരു ഉറപ്പ് നൽകി. ഒരു കാരണവശാലും CPM-മായി ഏതെങ്കിലും തരത്തിലുള്ള സഖ്യം ഏതെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാട് തങ്ങൾ സ്വീകരിക്കും എന്നൊരു മറുപടിയാണ് മുസ്ലിം ലീഗ് ഇത് സംബന്ധിച്ച് നൽകിയത്. ഒപ്പം സാമ്പാർ മുന്നണികൾ ഉണ്ടാകരുത് എന്നൊരു നിർദ്ദേശം തിരിച്ച് ലീഗ് കോൺഗ്രസിന് മുന്നിൽ വെച്ചു. അക്കാര്യത്തിലും കോൺഗ്രസും CPM-ഉം മലപ്പുറത്ത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കുകയും 12ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ ലീഗിനെ അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തുകയും ചെയ്തിരുന്നു. കൊണ്ടോട്ടി നഗരസഭ അടക്കം അങ്ങനെ കോൺഗ്രസും CPM ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരമൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നൊരു അഭിപ്രായം ലീഗ് മുന്നോട്ട് വെച്ചു. അക്കാര്യത്തിലും VD സതീശൻ അനുകൂലമായാണ് പ്രതികരിച്ചത്. എന്തായാലും ഈ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം, ഒപ്പം തന്നെ ഐക്യവും ഉറപ്പുവരുത്തണം, UDF ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം തന്നെ വന്നു. ഇക്കാര്യത്തിൽ ജില്ലയിൽ നിന്ന് തന്നെയുള്ള ചില സ്ഥാനാർത്ഥികളുടെ പേര് പ്രത്യേകം എടുത്ത് ചർച്ച ചെയ്താണ് അറിയുന്നത്. ഇവരെല്ലാം മെറിറ്റ് നോക്കി മാത്രം സ്ഥാനാർത്ഥിത്വം കൊടുക്കണം എന്നൊരു അഭിപ്രായം ലീഗ് തന്നെ ഉന്നയിച്ചു എന്നതാണ് വിവരം. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ പൂർണ്ണമായ ഒരു അനുകൂല നിലപാടാണ് VD സതീശൻ സ്വീകരിച്ചത്. അതിനുശേഷം PMA സലാം അടക്കമുള്ള ആളുകളെ മാറ്റി നിർത്തിയാണ് ഈ ചർച്ച നടത്തിയത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതായത് മുസ്ലിം ലീഗിന്റെ കാര്യങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളും മാത്രമാണ് തീരുമാനിക്കുന്നത് എന്നൊരു സന്ദേശം കൂടി ആ ഘട്ടത്തിൽ പുറത്തുള്ള നേതാക്കൾ കൂടി നൽകുന്നതായിരുന്നു അത്തരമൊരു ചർച്ച. അതായത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഇത്തരമൊരു ചർച്ചയുടെ ഭാഗമായില്ല. അദ്ദേഹം പാണക്കാട് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ആ ചർച്ചയിൽ ഈ റൂമിന് പുറത്ത് അദ്ദേഹത്തിന് നിൽക്കേണ്ടി വന്നു. അത്തരത്തിൽ സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു. VD സതീശനെ മുസ്ലിം ലീഗ് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തങ്ങൾ തയ്യാറാണ് എന്നൊരു സന്ദേശം കൂടി ഇന്നലെ മുസ്ലിം ലീഗ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിൽ VD സതീശനെ വനവാസത്തിനയക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്നൊരു പ്രതികരണം കൂടി PK കുഞ്ഞാലിക്കുട്ടി നടത്തി. അതും ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. ഒരുപക്ഷെ PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും തമ്മിലാണ് ചില പ്രശ്നങ്ങൾ, ചില പിണക്കങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെട്ടിരുന്നത്. അതെല്ലാം മാറിപ്പോയി എന്നൊരു സന്ദേശം കൂടി നൽകാനാണ് ഇന്നലത്തെ ഒരുമിച്ചുള്ള പ്രഭാത ഭക്ഷണവും തുടർന്നുള്ള മാധ്യമങ്ങളെ കാണലുമെല്ലാം അവർ സജ്ജീകരിച്ചത്. അതൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയായിരുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്.